കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട് എളമ്പായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ.ടി. നാസർ ഇന്ന് വിധി പറയും. CPM വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിൽ CPM അക്രമി സംഘം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സൂരജ് വധക്കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പിടിയിലായ സമയത്ത് TK രജീഷ് ഈ കൊലപാതകത്തിലെ പങ്ക് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണന്റെയും പങ്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവർ 2 പേരെയും പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P. പ്രേമരാജൻ ഹാജരായി. ഈ കേസിൽ കുറ്റാരോപിതർക്കെതിരെ, ഗൂഢാലോചന നടത്തിയവർക്കെതിരെ സംഭവത്തിന് മുമ്പേയും സംഭവത്തിന് ശേഷവും സംഭവ സമയത്തും ഉള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. 2005 ആഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ CPM ക്രിമിനൽ സംഘം രാഷ്ട്രീയ വിരോധത്താൽ സൂരജിനെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് 6 മാസം മുൻപും സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുകാലിനുമെന്ന് വെട്ടേറ്റ സൂരജ് 6 മാസം കിടപ്പിലായിരുന്നു. ജനം, കണ്ണൂർ.